എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പോസ്റ്റുകളെ കുറിച്ചാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കണ്ട പോസ്റ്റുകളിൽ ദളിത് യുവതികളിൽ നിന്നാണ് കൂടുതലും എനിക്ക് കാണാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പൈലറ്റ്, ഡോക്ടേഴ്സ്, IAS ഇങ്ങനെ പല ലെവലിലും ജോലി ചെയ്യുകയും ബിരുദം നേടിയവരൊക്കെയാണ്. അവരുടെ കമൻസാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. ഒരു യുവതി പറയുന്നത്, ഞാൻ ദളിത് കുടുംബത്തിൽ നിന്ന് ജയിച്ചതാണ്, എനിക്ക് IAS കിട്ടി, എന്നെ ഇതുവരെയും ആരും ലൈക്ക് ചെയ്തില്ല, ഒന്ന് ലൈക്ക് ചെയ്യുമോ? ഇതൊന്ന്. അടുത്തൊരു കുട്ടിയുടെ കമൻസ്, ഞാൻ പൈലറ്റാണ്, പക്ഷെ എൻ്റെ കളർ കറുപ്പാണ്, എന്നെ ആരും ലൈക്ക് ചെയ്യുന്നില്ല, എന്നെ ഒരു ലൈക്ക് ചെയ്യാമോ? മറ്റൊന്ന്, ഞാൻ ഡോക്ടറാണ്, ഞാൻ കറുത്തതാണ്. അതായത് സ്വയം അവരെ തന്നെ വില കുറച്ച് കാണുന്നു. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം, ഈ ജാതിയും കളറും ഇതൊക്കെ മുൻകാലങ്ങളിൽ മറന്നുപോയ കാര്യങ്ങൾ. അതിനെ എന്തിനാണ് വീണ്ടും ഉയർത്തി കാണിക്കുന്നത്? ഒരു IAS പഠിച്ച ഒരു കുട്ടി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ആ ബിരുദം സമ്പാദിക്കുന്നത്. അത്ര എളുപ്പ കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്നതുമല്ല. മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യം എന്നത് നിങ്ങളുടെ കഴിവാണ്. ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടറാകാൻ പറ്റൂ, IAS എടുക്കാൻ പറ്റൂ, IPS എടുക്കാൻ പറ്റൂ. എല്ലാ ലെവലിൽ എത്തണമെങ്കിൽ കഴിവൊന്നു വേണം. ഈ കഴിവുകൾ ആണ് അവരുടെ ഏറ്റവും വലിയ സ്വത്ത്. അവിടെ കറുപ്പിനും വെളുപ്പിനും ജാതിക്കും ഒരു വിലയുമില്ല, ആരും കൊടുക്കത്തുമില്ല. അങ്ങനൊരു കാലങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞ് മനുഷ്യരെ തല്ലിച്ച് പാർട്ടി ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ നമ്മളിപ്പോഴും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. മറിച്ച് നമുക്കൊരിത് കിട്ടിയാൽ നമ്മളാരും വിഷ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. പിന്നെ ചിലർ പറയുന്ന കളർ, ഞാൻ കറുത്ത കളറാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കളർ എന്താണോ അറിയില്ലേ? ചോദിച്ചു നോക്കൂ വീട്ടിലുള്ളവരോട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കളർ എന്താണ്? കറുപ്പാണ്, സുന്ദരനാണ്. നമ്മുടെ ഒരു ദൃഷ്ടിയിൽ നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ വിശ്വാസമാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ നിറം മോശമാകണമെന്നില്ല. അതുപോലെ സാധാരണ പറഞ്ഞാൽ കറുപ്പിന് 7 എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, കറുപ്പിനൊരു കുഴപ്പമില്ല. ഈ കറുപ്പും വെളുപ്പും ഒന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കളറാണ് ഏറ്റവും. അത് നന്നാന്നോ, നിങ്ങളുടെ കഴിവുണ്ടോ, യു ആർ ദ ഗ്രേറ്റ്. നിങ്ങൾ എവിടെയും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ കളറിൻ്റെ പേരും ജാതിയുടെ പേരും പറഞ്ഞ് ഒരു ലൈക്ക് വാങ്ങാനോ ആരുടെ അനുകമ്പ ആരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, വാങ്ങണ്ട. നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കളറിന് ഒരു സ്ഥാനം അവിടെ ഇല്ല, നിങ്ങളുടെ കഴിവിനാണ് സ്ഥാനം. അതുകൊണ്ട് സ്നേഹമുള്ള കുട്ടികളോട് പറയുക, ഇനിയെങ്കിലും നിങ്ങൾ എത്ര ബിരുദധാരിയാണ്, എത്ര കഴിവുള്ള, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ നിങ്ങളെ സ്വയം ഇടിച്ച് താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്, സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് വേണ്ട മാർഗദർശനം, വീതികൾ എങ്ങനെയായിരിക്കണം,
നിങ്ങൾക്ക് വേണ്ട പ്രചോദനം തന്നവർ, നിങ്ങളെപ്പോഴും 1-ാം ക്ലാസ്സിൽ പാസ്സായി വരണമെന്നുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിങ്ങളുടെ നാട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് അനുമോദനങ്ങൾ അയക്കണം. നിങ്ങൾക്ക് പേരെടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും അത് കാണുമ്പോൾ നിങ്ങളെ സഹായിച്ച, നിങ്ങളെ നന്നാകണമെന്ന് ആഗ്രഹിച്ചവർ കാണുമ്പോൾ അവർ സന്തോഷിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മുടെ കളർ ഇതാണ്, എന്നെ ലൈക്ക് നോ, യു ഡോണ്ട് ടേക്ക് ലൈക്ക് ഫ്രം എനി വൺ ടു പീപ്പിൾ ഹു ഡസൻറ്റ് നോ യു. അതാണ് വേണ്ടത്. നമ്മളെ അറിയാത്തവരുടെ അനുമോദനം നമുക്ക് വേണ്ട. നമ്മൾ അറിയുന്നവരാണ് അനുമോദിക്കുക. അവർക്കറിയാം നമ്മൾ എന്താണ്, എത്ര കഷ്ടപ്പെട്ട്, എങ്ങനെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ജീവിച്ചത്, നമ്മൾ ഉയർന്നതെന്ന്. അതാണ് വേണ്ടത്. സോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് കൈകൂപ്പി പറയുകയാണ്, ഇനിയും എങ്കിലും നിങ്ങളും ഇങ്ങനെ പോസ്റ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവരും ഇടാതിരിക്കുക, അനുമോദിക്കുക. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഈ ലെവലിലെത്തിക്കാൻ നിങ്ങളുടെ പിന്നിൽ നിന്നും പ്രവർത്തിച്ചവരെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങൾക്ക് എപ്പോഴും നല്ലതേ ഉണ്ടാകൂ. ഒരിക്കലും അവരെ മറക്കരുത്, അവരെ ഓർക്കുക. എപ്പോഴും നമ്മുടെ ബാല്യകാലങ്ങളും നമ്മുടെ ബാല്യകാലം ഉണ്ടായ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ പരിസരങ്ങളും, ഒരുപക്ഷെ നിങ്ങൾ വനാന്തരങ്ങളിലായിരിക്കാം ജീവിച്ചത്, സൗകര്യങ്ങളില്ലാത്ത സത്യം. പക്ഷേ ഇന്നിപ്പോൾ ഇരിക്കും നിങ്ങൾ വലിയ നഗരങ്ങളിലായിരിക്കും, ഒക്കെ ആയിരിക്കണമെങ്കിലും ആ ഇന്നലകളെ എപ്പോഴും ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. യു വിൽ കം അപ്പ് എഗെയിൻ ആൻഡ് എഗെയിൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതാണ് പോസ്റ്റ് ഇടേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.